സ്മാർട്ട് ലേണിംഗ് വേൾഡ്. നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്കിടയിൽ നമ്മൾ ഒരുപാട് ആർട്ട് ഇന്റഗ്രേഷൻ വർക്കുകളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന്റെ ഒരു ക്രിസ്മസ് ട്രീ നമ്മുടെ വകയായിട്ട് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം എന്ന് നമുക്ക് നോക്കാം. വളരെ കുറച്ച് സാധനം മാത്രം നമുക്ക് മതി. ഒരു ഹാഫ് ചാർട്ട് പേപ്പർ ഉണ്ട്, കുറച്ച് വേസ്റ്റ് കാർഡ്ബോർഡിന്റെ ഷീറ്റുകൾ നമുക്ക് ആവശ്യമുണ്ട്, പിന്നെ ഒരു കുറച്ച് ഗ്രീൻ കളർ പേപ്പർ ആവശ്യമുണ്ട്, ഒരു സ്വല്പം ഫെവിക്കോൾ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ കാർഡ്ബോർഡിന്റെ പീസുകൾ പല വലുപ്പത്തിൽ ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ട് സിൽവർ പേപ്പർ ഇതിന്റെ സൈഡ് വഴി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം പല വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് എത്ര ഹൈറ്റിൽ വേണോ അത്രയും പീസ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് PVC പൈപ്പോ അതുപോലെ എന്തെങ്കിലും വേസ്റ്റ് മെറ്റീരിയൽ നമുക്ക് കയ്യിൽ കിട്ടുന്ന എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് തന്നെ ഒന്ന് ജസ്റ്റ് റൗണ്ട് ചെയ്ത് ഒരു ഷേപ്പിൽ ആക്കിയെടുക്കുക. ഈ പേപ്പർ നമ്മൾ സാധാരണ നമ്മൾ ഹാൻഡ് ഫാൻ ഒക്കെ ഉണ്ടാക്കിയല്ലേ, അതുപോലെ നമുക്ക് ഒരു 3 സെന്റിമീറ്റർ വീതിക്ക് ഇതുപോലെ മടക്കി തിരിച്ചും മറിച്ചും മടക്കി നമുക്ക് ഹാൻഡ് ഫാൻ ആക്കിയെടുക്കാം. പല വലുപ്പത്തിലാണ് നമ്മളത് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആദ്യം ഞാൻ ഇതുപോലെ നേരെ ഫുൾ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു. നമുക്ക് പല പല വലുപ്പത്തിൽ ചെറുതും വലുതുമായിട്ടുള്ള ഹാൻഡ് ഫാൻ ആക്കിയെടുക്കാം. ഇങ്ങനെയല്ല നമ്മൾ ഹാൻഡ് ഫാൻ ആക്കിയെടുക്കണം, വളരെ സിമ്പിളായിട്ട് അല്ലേ. അപ്പം ഇനി നമുക്ക് ഇവിടെ ലേശം ഫെവിക്കോൾ വെച്ചിട്ട് പൊട്ടിച്ചു കൊടുക്കും. ഞാനിതൊരൽപ്പം ഫെവിക്കോൾ തേച്ച് പൊട്ടിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഹാൻഡ് ഫാൻ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെയ്യേണ്ടത് ഈ ഒരു സൈഡിൽ നിന്ന് നമുക്കിത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. 2 സൈഡിൽ നിന്ന് ഇത് ഫോൾഡ് ചെയ്തു. അതിനുശേഷം ഇതിന്റെ ഉള്ളിൽ വരുന്ന ഈ ഒരു പീസ് നമുക്ക് ജസ്റ്റ് ഉള്ളിലേക്ക് വെച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുറച്ച് പേപ്പർ അങ്ങോട്ട് വെച്ച് കൊടുക്കുക. അവരിതൊക്കെ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരും. ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്രിസ്മസ് ട്രീ പൈസ മുടക്കൊന്നും ഇല്ലാതെ റെഡി ആയിരിക്കും. അപ്പം ഞാനിതെല്ലാം ഫോൾഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിന് ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഇതിൻ്റെ സൈഡിൽ നിന്ന് ലേശം കട്ട് ചെയ്ത് കുറച്ച് കട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വിരിഞ്ഞ് വരുമ്പോൾ കാണാനൊരു ഭംഗിയുണ്ട് അല്ലേ. ഇതുപോലെ കുറേ നമുക്കിങ്ങനെ പല വലുപ്പത്തിൽ ആക്കിയെടുക്കുക. ഞാൻ ആദ്യം ഉപയോഗിച്ച ഷീറ്റ് നേരെയായിരുന്നു. ഇനി നമുക്ക് അടുത്തത് നേരെ തിരിച്ച് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കാം. അതിൻ്റെ നീളം കുറച്ചുകൊണ്ട് തിരിച്ച് ഫോൾഡ് ചെയ്യും. നമ്മുടെ ഹാൻഡ് ഫാൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പല വലുപ്പത്തില് നമുക്ക് 2, 3 ഇങ്ങനെ പല വലുപ്പത്തിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. ചെറുത്, അതിന് വലുത്, അതിന് വലുത്, അങ്ങനെ. അപ്പൊ നമുക്ക് ഈ ഫാൻ എല്ലാം നമ്മുടെ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സർക്കിളിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സെന്ററിൽ ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ്, അടുത്ത വർഷം നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. നമുക്ക് ഉപയോഗിച്ചതിന് ശേഷം ഓരോ പീസുകളായിട്ട് നമുക്ക് തിരിച്ചെടുക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇതിലിങ്ങനെ ഒന്ന് ഫിറ്റ് ചെയ്യും. നമ്മുടെ ചാർട്ട് പേപ്പർ നമുക്ക് ചെറുതായിട്ട് റോൾ ചെയ്തെടുക്കാം. അത്യാവശ്യം ഹൈറ്റിൽ റോൾ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ചാർട്ട് പേപ്പർ ഗ്രീൻ കളർ പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സപ്പോർട്ട് ചെയ്യാനുള്ള സ്റ്റാൻഡ് കൂടി കവർ ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ കുറച്ച് സിൽവർ പേപ്പർ ഒരു ഡെക്കറേഷന് വേണ്ടി വെറുതെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ലെയർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പീസുകളെല്ലാം വെച്ച് ഇവിടെ ജസ്റ്റ് ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപയോഗം കഴിയുമ്പോൾ ഇതിങ്ങനെ ഊരിയെടുക്കുകയും ചെയ്യാം, ഇങ്ങനെ വയ്ക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ലെയർ ഫിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ലെയറും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ വെക്കാം. നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ എല്ലാ ലെയറും നമ്മൾ ആക്കിയിട്ടുണ്ട്. നമുക്ക് തെർമോകോൾ ബോൾസ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം.
നമ്മുടെ ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ബെൽസ് ഒക്കെ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ആ ബെൽസ് ഒറിജിനൽ അല്ല, അതും പേപ്പർ കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഗോൾഡൻ പേപ്പറാണ്. അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ബെൽ ഉണ്ടാക്കിയത് ഞാൻ കാണിച്ചു തരാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഹാഫ് പോർഷൻ ആക്കി മാറ്റിയ, എന്നിട്ട് ഇതിലൊരു സ്റ്റിക്കർ ഉണ്ട്, അതിനകത്ത് റിമൂവ് ചെയ്തിട്ട് ഒരു ചെറിയ പീസ് ത്രെഡ് ഞാൻ പുറത്തേക്ക് ഇടുന്നുണ്ട്. പുറത്തേക്ക് കൊടുത്ത് ഒരു ചെറിയ പീസ് മാത്രം പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് തന്നു. അപ്പം ഇതിന്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്ത് ടോപ്പിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ബെല്ലറിലായി. അപ്പൊ ഈ ബെല്ലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ലേശം ഫെവിക്കോളും കൂടെ തേച്ച് നമുക്കത് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു ലൈറ്റ് ഇട്ടു. അപ്പൊ അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ലൈറ്റ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു 50 രൂപ പോലും മുടക്കില്ലാതെ ഇത്തവണത്തെ ക്രിസ്മസ് ട്രീ ഇങ്ങനെയാണ്.